Hello friends, welcome to ED Malayali another episode. Today we are going to unbox Vivo x60, newly branded Vivo smartphone. Okay, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന വിവോ x60 ഫോണാണ്. അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ മറ്റ് കസ്റ്റമൈസുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിശദീകരിച്ച് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാങ്ങാൻ പോകുന്ന വിവോ x60 വാങ്ങുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ വിവോ x60 ഫോൺ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വിവോ ലോഞ്ച് ചെയ്താണ് വിവോ x60. കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തുള്ള ഈ ഫോണിന് ക്യാമറ സൂപ്പറാണ്. അതിൽ സെസ് എന്ന മോഡലാണ് ഇതിൻ്റെ ക്യാമറ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഫോണാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് കുറച്ച് പാടുണ്ട്, നമ്മൾ ടേബിൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് അൺബോക്സ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ആണ് വിവോ x60 മോഡൽ. ക്യാമറയും 3 ലെൻസാണ് നമുക്കിതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഫ്ലാഷ് ലൈറ്റും ഉണ്ട്. ഓക്കെ, ബ്ലാക്ക് കളറാണ് ഇത്. ബ്ലൂവിൽ അവൈലബിൾ ഉണ്ട് മാർക്കറ്റിൽ, നമ്മൾ ചൂസ് ചെയ്ത് ബ്ലാക്കാണ്. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്ത് വെക്കണം. ഓക്കെ, സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. ഈ ഫോണ് നമ്മുടെ മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു സ്ലിം ആൻഡ് സ്ലിക്ക് ഡിസൈനാണ് സാധനം. ഓക്കെ, ഇതിൻ്റെ ഡിസ്പ്ലേ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമറ വന്നിട്ട് ഡോട്ട് ഫിനിഷ്ഡായ ക്യാമറയാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇതിൻ്റെ അതിൻ്റെ വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ. നമുക്ക് വളരെ കംഫർട്ടബിളായി യൂസ് ചെയ്യാൻ പറ്റും ക്യാമറ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഈ ഫോണിൻ്റെ ക്യാമറ തന്നെയാണ്. ക്യാമറ യൂസ് ചെയ്യുമ്പോഴൊരു വിഷ്വൽസിൻ്റെ ക്ലാരിറ്റി, അതുപോലെ തന്നെ എന്താണ് നമുക്ക് വൈഡ് ആംഗിളായിട്ടും വളരെ അൾട്രാ വൈഡ് ആംഗിളായിട്ട് നമുക്ക് ക്യാമറയുടെ ഇത് കിട്ടും. നമുക്ക് എടുക്കുമ്പോൾ അതിനെ അൾട്രാ വൈഡ് ആംഗിളായിട്ട് നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റും. വളരെ HD ക്ലാരിറ്റിയോട് കൂടി തന്നെ വിഷ്വൽസ്, 4K സപ്പോർട്ടിനാണ് ക്യാമറ. അപ്പോൾ HD ക്ലാരിറ്റിയോട് കൂടി തന്നെ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്കത് വാങ്ങുമ്പോൾ ഫോണിന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ആക്സസറീസ് നമുക്കൊന്നും അൺബോക്സ് ചെയ്യുമ്പോൾ മറ്റേ ആക്സസറീസ് ഇത് നമുക്ക് അതിൻ്റെ കൂടെ വാങ്ങാൻ കിട്ടിയാണ്, മീൻസ് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. നല്ലൊരു കവറാണ്, പൗച്ചാണ്. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിലേക്കും തുറക്കണം. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഐഫോണൊക്കെ ആണെങ്കിൽ ചാർജറില്ല, ഹെഡ്ഫോൺ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഈ ഫോണിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ചാർജറുണ്ട്, ഒരു ഹെഡ്സെറ്റും ഉണ്ട്. 35 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയുള്ളത്. വളരെ ഫാസ്റ്റ് ചാർജിങ് ആകും. പിന്നെ നമുക്കിതിൻ്റെ ഹെഡ്സെറ്റാണ്. ഹെഡ്സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്സെറ്റ് ഉണ്ട്, വളരെ നല്ലൊരു ഹെഡ്സെറ്റാണ്. കുറച്ച് ലോങ്ലി ആയിട്ടുള്ള വയറുണ്ട് ഇതിന്. പിന്നെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുക അതിൻ്റെ ചാർജറിൻ്റെ സെയിം പ്ലഗിലാണ് ഇങ്ങനെ ഹെഡ്സെറ്റും കണക്ട് ചെയ്യുക. അതിന് വേണ്ടി ഒരു എക്സ്ട്രാ അഡാപ്റ്റർ കമ്പനി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ക്യാമറയുടെ കുറച്ച് വിഷ്വൽസ് കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറയേണ്ടതെന്ന് എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ക്വാളിറ്റിയും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഫോൺ 5G സപ്പോർട്ടഡ് സ്മാർട്ട് ഫോണാണ്. ഇത് 2 വേരിയൻ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ഉണ്ട്. 128GB 8GB റാമും 256GB 12GB റാമിലും ഇത് അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ ഫോണിൻ്റെ ഫാസ്റ്റായിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റും അതോടൊപ്പം തന്നെ ഫേസ് റെക്കഗ്നേഷനും വളരെ സ്പീഡിൽ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാനും സാധിക്കും. നോർമലി നമ്മുടെ എല്ലാ ഫോണും ഉള്ളത് പോലെ തന്നെ ഇതിലും മോഡുകൾ അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ അതിൽ കുറച്ച് എക്സ്ട്രാ മോഡുകൾ നമുക്ക് കുറച്ചും കൂടി പ്രത്യേകതയായി തോന്നുന്ന മോഡുകൾ. നമുക്ക് പ്രോ മോഡ്, എയർ സ്റ്റിക്സ്, സൂപ്പർ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചന്ദ്രനൊക്കെ എടുക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് രാത്രി കിട്ടും. നൈറ്റ് മോഡിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചേഴ്സ് വളരെ ഡേ ലൈറ്റിൽ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതാണ് ക്യാമറയുടെ പ്രത്യേകത വരുന്നത്. പിന്നെ പ്രോ സ്പോർട്സ് പറഞ്ഞൊരു മോഡിലേക്ക് ഇടാൻ പറ്റും. അതുപോലെ ലോങ് എക്സ്പോഷർ എന്ന് പറഞ്ഞ മോഡുണ്ട്, ആസ്ട്രോ പറഞ്ഞ മോഡുണ്ട്. അങ്ങനെ ഒരുപാട് മോഡിലേക്ക് ഈ ക്യാമറയുടെ ടെക്നിക്കലായി വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകതയും വീഡിയോസിനുണ്ടാവും. ഇപ്പോൾ ഏത് സിറ്റുവേഷനാണ് വരുന്നത് ആ സിറ്റുവേഷനനുസരിച്ച് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പോർട്സിന് വിഷ്വൽസ് എടുക്കുകയാണെങ്കിൽ പ്രോ സ്പോർട്സ് പറഞ്ഞ മോഡിലിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വിഷ്വൽസ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഡ്രോബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്ത ഡ്രോബാക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമുക്കിതിൽ സ്റ്റീരിയോ സ്പീക്കർ അവൈലബിലിറ്റി ഇല്ല, ഇത് മോണോ സ്പീക്കറാണ്. പിന്നെ നമ്മൾ ഈ 3.5mm ജാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണലായിട്ട് കമ്പനി തന്നെ തന്നൊരു ഇതിൽ നമ്മൾ ഡിവൈസിൽ വെച്ചിട്ട് കണക്ട് ചെയ്ത് വേണം ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ. അത് രണ്ടൊരു ഡ്രോബാക്കായി ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെമ്മറി കാർഡ്, എക്സ്റ്റേണലായിട്ടുള്ള മെമ്മറി കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫയൽസ് ഇതിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓൺ ബിൽഡ് ആയിട്ടുള്ള മെമ്മറി കാർഡിൽ തന്നെ നമുക്ക് ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് റേഡിയോ അവൈലബിലിറ്റി ഇല്ലാത്തത് നമുക്കൊരു ഡ്രോബാക്കായി ഫീൽ ചെയ്തു. ഇത് മൂന്ന് നമുക്ക് ഫീൽ ചെയ്ത ഡ്രോബാക്സ്. ഫ്രണ്ട്സ്, നമുക്ക് നൈറ്റ് മോഡിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം, എന്താ അവസ്ഥ നോക്കാം നൈറ്റ് മോഡിൻ്റെ.
ആ ബെറ്റർ റിസൾട്ടാണ്. നമുക്ക് ഡയൽ എടുക്കുന്ന പോലെ തന്നെ റിസൾട്ട് കിട്ടും. ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈൽ ഫോണിൽ വിവോ x60 നമ്മൾ എടുത്ത ഫോട്ടോസ് ലൈവായിട്ട് നമ്മൾ എടുത്ത ഫോട്ടോസാണത്. അതൊരു ഇത് എഡിറ്റിങ്ങും ഇല്ലാതെ കറക്റ്റായിട്ട് ഈ ക്യാമറ യൂസ് ചെയ്ത് നമ്മൾ എടുത്ത ഫോട്ടോസാണ്. ഈ ഫോൺ 3 വേരിയൻറ്റിൽ അവൈലബിലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. നമുക്കിപ്പോൾ വിവോ x60 പ്രോ, x60 പ്രോ പ്ലസ്. നമ്മളിന്ന് റിവ്യൂ ചെയ്തത് വിവോ x60 ആണ്. അതിന് ബേസ് വേരിയൻ്റ് ആണ്. അതിന് 38,000 വാല്യൂ മാർക്കറ്റിൽ വരുന്നുണ്ട് റേറ്റ്. ഇടിയും നല്ല ടെക് വീഡിയോ നമ്മൾ കണ്ടു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യും വേണം. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഞങ്ങൾ ടെക് വീഡിയോ ഫസ്റ്റ് വീഡിയോ ആണ്, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ബൈ.